നിങ്ങളുടെ തൗഹീദ് പറയുന്ന നിങ്ങളുടെ തൗഹീദിന്റെ കോലം കാണിച്ചു തരാം. നിങ്ങളുടെ വ്യവസ്ഥ എന്താ? നിങ്ങളുടെ തൗഹീദിന്റെ കോലം, നിങ്ങൾ എന്ത് തൗഹീദ് അവിടെ പറയുന്നത്? കേട്ടോളൂ. നിങ്ങളുടെ തൗഹീദ്, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒഴിഞ്ഞു വെച്ചത് എന്തിനാണെന്ന് കേട്ടോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്നത് പ്രവാചകന്റെ മഹത്വത്തെയോ പ്രവാചകന്റെ വ്യക്തിത്വത്തെയോ ഒരു തലത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ടെന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്ന് പറയുന്ന സഹീഹുൽ ബുഖാരിയിലെ ഹദീസ്, ഈ ബുഖാരിയിലുള്ള ഹദീസ് പ്രവാചകന് സിഹർ ബാധിച്ചു എന്ന് സിഹർ കൊണ്ട്, ഒരു ജൂതൻ ചെയ്ത സിഹർ കൊണ്ട് എനിക്ക് പറഞ്ഞത് പറയാത്തതുപോലെ തോന്നി എന്ന്, എനിക്ക് പറയാത്തത് പറഞ്ഞതുപോലെ തോന്നി എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്തത് പ്രവാചകനെ കണ്ട മറ്റാരെങ്കിലുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. താങ്കൾ വളരെ ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ. നിങ്ങൾ എന്തായി പറയുന്നത്? ഒരു ജൂതൻ എന്തെങ്കിലും എവിടെങ്കിലും വല്ല കിണറ്റിലും കൊണ്ട് കുഴിച്ചിട്ടപ്പോ ജൂതനും പിശാചും കൂടി നമ്മുടെ പ്രവാചകനെ ഉപദ്രവിച്ചെന്നോ? നഊദുബില്ല. അള്ളാഹു അതിനെ നിർബന്ധിതനായെന്നോ? നഊദുബില്ല. എന്താ സുഹൃത്തെ പറയുന്നത്? എന്താണ് പറയുന്നത്? ജൂതൻ ഒരു ചില പ്രവൃത്തി ചെയ്തു അല്ലേ? തലമുടിയിലും എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഒരു കിണറ്റിൽ കൊണ്ടിട്ടു. എന്നിട്ടോ ജൂതൻ പിശാചിനോട് സ്ഥിരാസം നടത്തി. എന്നിട്ട് ഓല് രണ്ടാളും കൂടി ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ അഷ്റഫുൽ ഖൽക്കിനെ ദ്രോഹിച്ചു. അള്ളാഹു നോക്കി നിന്നു. നഊദുബില്ല. എന്താണോ നമ്മളൊക്കെ വിശ്വാസം? അള്ളാഹു നിർബന്ധിതനായി. എന്തുകൊണ്ട്? ജൂതൻ സിഹർ ചെയ്തില്ലേ? പിശാചിനോട് സ്ഥിരാസം നടത്തിയില്ലേ? അപ്പോൾ ഒരു ദുർ അള്ളാഹു പ്രവാചകനെ വരുത്താൻ അള്ളാഹു നിർബന്ധിതനായി. പോയി ഷഹാദത്ത് കലിമ ചൊല്ലടോ, പോയി ചെല്ലടോ, അള്ളാഹിനോട് മാപ്പ് ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തതാണോ? ആ ഹദീസ് എടുത്ത് വായിച്ചു നോക്കുക. ആരാണ് അതിൽ ഈ സിഹർ ബാധിച്ചു എന്ന് പറയുന്നത്? കേട്ടോളൂ. ജൂതൻ ഒരു ചില പ്രവൃത്തി ചെയ്തു അല്ലേ? തലമുടിയിലും എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഒരു കിണറ്റിൽ കൊണ്ടിട്ടു. എന്നിട്ടോ ജൂതൻ പിശാചിനോട് സ്ഥിരാസം നടത്തി. എന്നിട്ട് ഓല് രണ്ടാളും കൂടി ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ അഷ്റഫുൽ ഖൽക്കിനെ ദ്രോഹിച്ചു. അള്ളാഹു നോക്കി നിന്നു. നഊദുബില്ല. എന്താടോ നിങ്ങളൊക്കെ വിശ്വാസം? അള്ളാഹു നിർബന്ധിതനായി. എന്തുകൊണ്ട്? ജൂതൻ സിഹർ ചെയ്തില്ലേ? പിശാചിനോട് സ്ഥിരാസം നടത്തിയില്ലേ? അപ്പോൾ ഒരു ദുർ അള്ളാഹു പ്രവാചകന് വരുത്താൻ അള്ളാഹു നിർബന്ധിതനായി. പോയി ഷഹാദത്ത് കലിമ ചൊല്ലടോ, പോയി ചെല്ലടോ, അള്ളാഹിനോട് മാപ്പ് ചോദിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി വന്ന ഒരു ഹദീസിനെ, സ്വീകാര്യോഗ്യമായി വന്ന ഒരു ഹദീസിനെ നിഷേധിക്കുന്ന ഒരാളെ കുറിച്ച് ആർക്കാണ് വിധി അറിയാത്തത്? ഫലാ വറബ്ബിക് ലാ യുഹക്കിമൂക ഹത്താ ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരഭിപ്രായം, ആ അഭിപ്രായം അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും ഒരാൾ നിഷേധിക്കുകയാണെങ്കിൽ അയാൾ മുഅ്മിനല്ല എന്നാണ്. ഒരു ചെയ്യുന്നത് കുറ്റകരമാണ്. ഇത്തരത്തിലുള്ള എല്ലാ ആഭിചാരങ്ങളും ശിർക്കാണ്. അതുപോലെ തന്നെ അത് പാപമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള പ്രവർത്തനങ്ങളാണിതൊക്കെ. അത് ഭരിക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും ശിർക്കാകുമെന്ന് കേരള ജംഇയ്യത്തുൽ ഉലമാ അതിന് വ്യക്തത വരുത്തുകയും ചെയ്തൊരു കാര്യമാണ്. ആലോചിച്ചു. സ്വഹീഹായി അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരു ഹദീസ് നിഷേധിക്കാൻ പാടില്ലാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിനെ തള്ളലാണ്. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم. അള്ളാന്റെ റസൂലിന്റെ വാക്ക് സ്വഹീഹായി വന്നത് ഞാൻ സ്വീകരിക്കില്ല, എനിക്കത് ബാധകമല്ല എന്നൊരാൾ പറഞ്ഞാൽ അള്ളാന്റെ റസൂലിനോട് മാത്സര്യബുദ്ധി പ്രകടിപ്പിക്കലാണ്. ആ കാര്യത്തിൽ മുസ്ലിം ലോകത്ത് ആർക്കാണ് തർക്കമുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ സഹോദരന്മാരെ, ഒരാൾ സിഹർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്ന് വിശ്വസിച്ചാൽ അവൻ രണ്ടാമത് ഷഹാദത്ത് കലിമ ചെല്ലണം എന്നാണ് ഈ റഷീദ് കുറ്റിപ്പുറം പറയുന്നത്. എന്നാൽ അത് നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ മുഅ്മിനല്ല എന്നാണ് കായക്കൊടി പറയുന്നത്. നോക്കണം സഹോദരന്മാരെ, ഒരു ഐക്യ മുജാഹിദുകൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നത നിസ്സാരമായ ചെറിയ ശാഖാപരമായ വിഷയത്തിലല്ല, തൗഹീദിലും ഷിർക്കിലുമാണ്. ഹുസൈൻ മടവൂർ പറയുന്നത് സിഹർ എന്ന് പറയുന്നത്, മാരണമെന്ന് പറയുന്നത് അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രവർത്തനങ്ങളാണതൊക്കെ. അത് ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും ഷിർക്കായിത്തീരുമെന്ന് കേരള ജംഇയ്യത്തുൽ ഉലമാ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അക്ബർ സാഹിബ് പറയുന്നതോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിനോ പ്രവാചകത്വത്തിനോ യാതൊരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ മൂലം ചില പ്രയാസങ്ങളുണ്ടായി എന്ന് വിശ്വസിക്കുക വഴി
ഏതൊരു മനുഷ്യർക്കും അതുപോലെ ഏതൊരു പ്രവാചകനും പല പ്രയാസങ്ങളും ഉണ്ടായതുപോലെ തന്നെയുള്ള ഒരു പ്രയാസമാണ് ഇത് എന്നല്ലാതെ അത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് പ്രതിവിധിയാണ് നാം സ്വീകരിക്കേണ്ടത് എന്നതിനുള്ള ഉദാത്തമായ മാതൃകയാണ് എന്ന് വരെ അദ്ദേഹം അതിലൂടെ പറയുന്നുണ്ട്. മാത്രവുമല്ല, പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന ഈ ഹദീസ് നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ ബുഖാരിയിലെ മുഴുവൻ ഹദീസുകളും തള്ളേണ്ടി വരും എന്നതാണ് അദ്ദേഹം അതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം കൂടെ നമ്മുടെ കേൾപ്പിച്ചിട്ടില്ല, സൂചനകൾ നമുക്ക് മനസ്സിലാക്കാൻ മതിയാകുമല്ലോ എന്ന് കരുതി. അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്ന് ഈ ഐക്യ മുജാഹിദുകൾ പരസ്പരം തൗഹീദിൻ്റെയും ഷിർക്കിൻ്റെയും വിഷയത്തിൽ പോലും ഇത്തരം ഗുരുതരമായ അഭിപ്രായ ഭിന്നതകൾ ഇന്നും നിലനിർത്തുന്നു എന്ന യാഥാർത്ഥ്യമാണ് നാം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് പണ്ട് ഒരു നൂറ്റാണ്ട് കാലം വൈരുദ്ധ്യമില്ലാത്ത ആദർശം പ്രബോധനം ചെയ്ത ഇസ്ലാഹി പ്രസ്ഥാനവും അതിൻ്റെ ആദർശവും എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഉപകരിക്കുമാറാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.